കുറച്ചു കാലങ്ങളായി ക്രൈസ്തവരുടെ ഇടയിൽ യോഗാഭ്യാസം വളരെ കൂടുതലായി പ്രചരിക്കുന്നതായി കാണാമല്ലോ. പല ഡോക്ടേഴ്സും ഇതിനെ ഉപദ്രവമില്ലാത്ത ഒരു നല്ല വ്യായാമ മുറയായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ടല്ലോ. ഇപ്പോൾ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പൽ വാർഡുകൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളവ ആരോഗ്യ പരിപാലനത്തിന്റെ പേരും പറഞ്ഞ് ഇതിന് വളരെയധികം പ്രചാരം നൽകുന്നതായി, പ്രത്യേകം താല്പര്യം കാണിക്കുന്നതായി കാണാം. ഇവിടെ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്ന ചോദ്യം ഇത് ക്രിസ്തീയ വിശ്വാസത്തിന് യോജിച്ചതാണോ എന്നുള്ളതാണ്. അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനെ വെള്ള പൂശാൻ വേണ്ടി ക്രിസ്തീയ യോഗ അല്ലെങ്കിൽ ക്രിസ്ത്യൻ യോഗ എന്ന ഓമനപ്പേര് പറഞ്ഞു വിളിക്കുന്നതായി കാണാം. എന്നാൽ ഇത് ഒരു വിധത്തിലും ക്രിസ്തീയ വിശ്വാസത്തിന് യോജിച്ചതല്ല. മറിച്ച് അതിലെ അംഗവിന്യാസങ്ങൾ, ബോഡിലി പോസ്റ്റേഴ്സ്, വിജാതീയ ദേവന്മാരുടെ ആരാധന രീതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണമായി അതിലെ സൂര്യ നമസ്കാരത്തിന്റെ അംഗവിന്യാസം, അതായത് പോസ്ചർ ശ്രദ്ധിക്കുക. എസെക്കിയേൽ 8:16 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ 25ഓളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ? യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസാരങ്ങളോ? എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു. അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. അവരെന്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. ഇത് ദൈവസൃഷ്ടിയായ സൂര്യനെ ആരാധിക്കുന്നതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നത് ഏക സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവുമാണല്ലോ. ഇത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമല്ലേ? കൂടാതെ പുറപ്പാട് 10:21 കർത്താവ് മോശയോട് പറയുന്നത് ഇപ്രകാരമാണല്ലോ: നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക, ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി. ഈജിപ്റ്റ് മുഴുവൻ 3 ദിവസത്തേക്ക് കൂരിരുട്ട് ബാധിച്ചു. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. ഇതിലൂടെ ഈജിപ്തുകാരുടെ ദേവനായ സൂര്യന്റെ മുകളിലാണ് താനെന്നും അതിനെ നിയന്ത്രിക്കുന്നത് താനാണെന്നും സത്യദൈവം ഇസ്രായേൽ ജനത്തിനും ഈജിപ്തുകാർക്കും മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഇതിലൂടെ 1-ാം പ്രമാണത്തിൽ പറയുന്ന ഏക സത്യദൈവത്തിന് മാത്രമേ ആരാധന നൽകാവൂ എന്നാണല്ലോ ദൈവം ഊന്നി പറയുന്നത്. അതിനാൽ ക്രിസ്തീയ യോഗ ചെയ്താലും മേൽപ്പറഞ്ഞ അംഗവിന്യാസത്തിലൂടെ, അതായത് പോസ്റ്റേഴ്സ്, സൂര്യ നമസ്കാരം ചെയ്യുന്നതിന്റെ ഫലം ആ വ്യക്തി സ്വീകരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് യോഗാഭ്യാസത്തിലൂടെ ചെയ്യുന്ന മറ്റ് അംഗവിന്യാസങ്ങളിലൂടെ ലഭിക്കുന്ന ചീത്ത ഫലങ്ങളും. അതിനാൽ യോഗയിലൂടെയുള്ള വ്യായാമങ്ങൾക്ക് പകരം ഡോക്ടർമാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും നിർദ്ദേശിക്കുന്ന മറ്റ് വ്യായാമ മുറകൾ ഒരു ക്രിസ്ത്യാനി സ്വീകരിക്കുന്നതല്ലേ ഉചിതം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ആവേ മരിയ.